മാർത്ത ലാസറിൻ്റെ ശവകുടീരത്തിൽ വെച്ച് ഈശോനോട് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. എന്താണെന്നറിയാവോ? അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21 മുതലുള്ള തിരുവചനങ്ങളാണ്. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഒന്ന് പറഞ്ഞേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 21:22. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. അതിലേറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളത്, എങ്കിലും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ഇതാണ് ഈശോ എന്ന മാർത്ത പഠിച്ച വേദപാഠം. ഈശോയിൽ നിന്ന് മാർത്ത പഠിച്ച വേദപാഠമാണ്. എന്താണ്? ഈശോ എന്ത് ചോദിച്ചാലും പിതാവ് ഈശോയ്ക്ക് നൽകും. എന്തുകൊണ്ടാണ്? പിതാവും ഈശോയും തമ്മിൽ അത്രയ്ക്കും വലിയ സ്നേഹമാണ്. അതാണ് വിഷയം. എന്തുകൊണ്ടാണ്? പിതാവും ഈശോയും തമ്മിൽ അത്രയ്ക്ക് വലിയ വിശ്വാസമാണ്. എന്തുകൊണ്ടാണ്? നീ ചോദിക്കണതെന്തും ദൈവം നൽകുമെന്ന് എനിക്കറിയാമെന്ന് പറയാൻ കാരണം എന്താ? ഈശോയും പിതാവും തമ്മിൽ അത്രയ്ക്ക് വലിയ പ്രത്യാശയാണ്. ഈ വിശ്വാസം, പ്രത്യാശയും സ്നേഹവുമാണ് ദൈവത്തെ, ഈശോനെ പിതാവുമായിട്ട് ഐക്യപ്പെടുത്തുന്നത്. ഇപ്പം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ? ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ ഐക്യത്തിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് എന്താ? സ്നേഹം, വിശ്വാസം, പ്രത്യാശയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല. ഇത് വെളിവായി കഴിഞ്ഞാൽ നമ്മൾക്കും ദൈവവുമായിട്ട് ഇതുപോലെയുള്ള ഒരു ബന്ധം വരാൻ കഴിയും. എന്താണ്? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. നമ്മളെപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ച ഈശോയെ അങ്ങേപോലെ പിതാവുമായി ദൈവവുമായി പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവവുമായി ഐക്യത്തിലാകാൻ ഞങ്ങളിലും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറക്കണമേ. ഇത് ഒരു ജ്ഞാനമാണ് ശരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? നിന്നോട് കൂടെ 2 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നിന്നോട് കൂടെ 1 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകണം, ഇല്ലേ? അപ്പോഴാരെങ്കിലും വഴി, ഇപ്പം മകനാകാം, അയൽവാസിയാകാം, എനിബഡിയാകാം, ആരെങ്കിലും ആകാം,
ആര് നമ്മളോട് എന്ത് ചോദിച്ചാലും അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോഴെന്ത് ചെയ്യും? ചില ആൾക്കാർ പരിഭവം കൊണ്ട് ചെയ്യും, ചില ആൾക്കാർ പരാതി പറഞ്ഞിട്ട് ചെയ്യും, ഇല്ലേ? ചിലർ നിവൃത്തിയില്ലാണ്ടത് കൊണ്ട് ചെയ്യും. ഇങ്ങനെ എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്ത് വികാരത്തോടെ ചെയ്യുന്നുവെന്നുള്ളതാണ് വിഷയം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിന്നോട് ഇപ്പോൾ അമ്മ തന്നെ പറഞ്ഞു വിചാരിച്ചോ, അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ നാത്തൂന് അല്ലെങ്കിൽ ആരെങ്കിലും നിന്നോട് ബന്ധപ്പെട്ടുള്ള ആരോട് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് മേലെ ആ സാരി ഒന്ന് കഴുകിയിട്ടേക്കാൻ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? കർത്താവിനാ പറയണത്, അയ്യോ ഇനിയിപ്പോൾ അതും കഴുകണമല്ല എന്നും പറഞ്ഞ് ഇരിപ്പേൻ്റെ നടുവ് പാടില്ലടോ എനിക്ക് എന്ന് പറയും. ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അല്ലേ? ചിലർ സാരിയും കഴുകാൻ പറയുമ്പോൾ സാരിയും കഴുകും, ബ്ലൗസും കഴുകും. അതാണ് വിഷയം. ഈശോ ഉദ്ദേശിക്കുന്നത് അതാണ്. ഈശോ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നമ്മളോട് സാരി കഴുകാനാണ് പറയണത്. ഇപ്പം നമ്മളെന്ത് ചെയ്യും? സാരിയും കഴുകും, ബ്ലൗസും കഴുകും. എന്താ കാര്യം? നിന്നോട് 1 മൈൽ പോകാൻ പറയുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പക്ഷെ കഴുകണമല്ല പ്രശ്നം. എങ്ങനെ കഴുകണം? സ്നേഹത്തോടെ കഴുകണം. അതാണ് പ്രശ്നം. അവിടെയാണ് വിഷയം വന്നത്. നമ്മൾ ഈ പ്രാർത്ഥിച്ച് സ്നേഹം ഉണ്ടാക്കാൻ വലിയ പാടാണ്. പ്രവർത്തിച്ചാണ് സ്നേഹം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്പോഴേ ഇത് മത്തായിയുടെ സുവിശേഷമാണ്. ഉടമ്പടി ക്രിസ്ത്യാനി നിനക്കറിയാവില്ല, ഏറ്റവും വലിയ ഉടമ്പടി എന്താ? ഏറ്റവും വലിയ ഉടമ്പടി എന്താ? സ്നേഹമാണ് ഏറ്റവും വലിയ ഉടമ്പടി. ഈ സ്നേഹത്തിന് എപ്പോഴും അതിൻ്റെ പ്രവൃത്തി തലങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ഇത് ഭയങ്കര റിച്ചാണ്. ഈ ബുക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇത് റിച്ചാണ്. കാര്യം ഇത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്? ഇപ്പം മത്തായിയുടെ സുവിശേഷം 5:40 നിന്നോട് ചിലപ്പോൾ ശണ്ട കൂടാം. ഇപ്പം വെറുതെ ശണ്ട ഉള്ളവരും നമ്മുടെ അടുത്ത് വരാം, ശണ്ട ഇല്ലാത്തവരും വരാം, ഇല്ലേ? വീട്ടിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ഓഫീസിലാണെങ്കിലും നിങ്ങളോട് വഴക്കിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, നിങ്ങളോട് വഴക്കിടാതിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. 2 തരം ആൾക്കാരില്ലേ? നമ്മുടെ ഓഫീസിലായാലും ഇപ്പം നീ ടീച്ചറാണെങ്കിലും നിൻ്റെ സ്റ്റാഫിലാണെങ്കിലും നിന്നോട് ലോഹ്യമുള്ള ആൾക്കാരുണ്ടാകാം, ടീച്ചർമാരുണ്ടാകും. നിന്നോട് യാതൊരു ലോഹ്യമില്ല, നിന്നോട് പല കാര്യങ്ങൾക്കും വഴക്കുള്ള വ്യക്തികളും ഉണ്ടാകാം. അപ്പോൾ ഈശോ പറയണത് 2 തരം വ്യക്തികളും നമ്മുടെയൊക്കെ ആവശ്യപ്പെടും. വഴക്കുള്ളവരും ആവശ്യപ്പെടും, വഴക്ക് ഇല്ലാത്തവരും ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്നോട് ശണ്ട കൂടി, നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് എന്ത് ചെയ്യും? മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കണം. പക്ഷേ ഇൻ വാട്ട് സ്പിരിറ്റ്, എന്തിനാണ് ചെയ്യേണ്ടത്? അവിടെ ഒരു പ്രശ്നം. ഇപ്പം നിന്നോട് നേരത്തെ വഴക്കുണ്ടായിരുന്ന കക്ഷിയാണ്, ഇപ്പം നിൻ്റെ സമയം ആവശ്യപ്പെട്ടിരിക്കുക. നിന്നോട് നേരത്തെ വഴക്കുണ്ടായിരുന്ന കക്ഷിയാണ്. ഞാൻ സംസാരിക്കുന്ന വചനവേദ മത്തായി 5:40 നിന്നോട് ശണ്ട കൂടി അല്ലെങ്കിൽ നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കുക. ഇതുവഴി ഈശോ എന്നാ ചെയ്തിരിക്കുന്നത്? മനുഷ്യനെ നമ്മളുടെക്കെന്ന് നമ്മുടെ സമയമോ സമ്പത്തോ ആവശ്യപ്പെടുന്നവരെ 2ആയിട്ട് ഈശോ തിരിക്കുന്നു. ഒന്ന്, നമ്മളോട് ശണ്ട വെച്ചിട്ടുള്ള ആൾക്കാരും, രണ്ടാമത് ശണ്ട വെക്കാത്ത ആൾക്കാരും. പക്ഷെ നമ്മളോട് ശണ്ട വെച്ചവരോടും ശണ്ട വെക്കാത്തവരോടും നമ്മൾ പെരുമാറേണ്ടത് ഒറ്റ രീതിയിലാണ്. എന്താണ്? സ്നേഹത്തിലാണ് സംഭവം. കാര്യം ഇങ്ങനെ വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ കാര്യം നീ എന്താണ് ഈശോ എന്നാ പറഞ്ഞെന്നറിയാവോ? ഇപ്പം 15:7 യോഹന്നാൻ്റെ സുവിശേഷം, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും
അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക. അതല്ലേ വചനം. യോഹന്നാൻ 15:7. ഈ നമ്മൾക്കിഷ്ടമുള്ള ചോദിക്കാമെന്ന പറഞ്ഞിരിക്കണത്. ഒന്ന് പറഞ്ഞ്, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അതന്നെയല്ലേ മർത്ത പറഞ്ഞത്. എന്താ പറഞ്ഞത്? കർത്താവേ, നീ ചോദിക്കണത് എന്തും. 11:22. യോഹന്നാൻ്റെ 11:22 യോഹന്നാൻ്റെ 15:7 തമ്മിൽ കണക്റ്റഡാണ്. ഒന്ന് എന്താ പറയണത്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ തിരിച്ചു പറഞ്ഞത് എന്താണ്? ഞാൻ മാത്രം ചോദിക്കണതല്ല, നിങ്ങൾക്കും ചോദിക്കണത് എന്തും ഞാൻ ചോദിക്കണത് എന്തും പിതാവിൽ നിന്ന് എനിക്ക് ലഭിക്കണ പോലെ നിങ്ങൾ ചോദിക്കണത് എന്തും നിങ്ങൾക്കും ദൈവത്തിൽ നിന്നും എന്നിൽ നിന്നും ലഭിക്കും. എങ്ങനെയാണത്? അത് 15:7 അനുസരിച്ചുകൊണ്ട്. ഏതാണ്? നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു വചനമെങ്കിലും ഇവിടെ വന്ന് കേൾക്കണം, അല്ലേ? അതാണ് നമ്മുടെ ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന എന്താണ്? 6 നിബന്ധന വെച്ചിരിക്കുന്ന 6 നിയോഗം വെച്ചിരിക്കുന്ന കാരണം 6 പ്രാവശ്യം നമ്മൾ വചനം ഒരു മാസം കേൾക്കണം. 5 വചനങ്ങൾ ഷാലോൺ TV-യിൽ അല്ലെങ്കിൽ മരിയൻ TV-യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കേൾക്കണം. എന്തിനാ വചനം കേൾക്കണത്? അത് 15:7 അനുസരിച്ച് കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും നിങ്ങളെൻ്റെ അത് അവൻ പറഞ്ഞതില്ലേ? അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളാവുന്നല്ലേ നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണത്, ഇല്ലേ? അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ. അതാണ് അവൻ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ ആദ്യം എന്താ കേൾക്കണത്? വചനം കേൾക്കും. വചനം കേൾക്കുമ്പോൾ എന്താ ചെയ്യണത്? വചനം കേൾക്കണത് എന്തിനു വേണ്ടിയാണ്? അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോഴെന്നാ സംഭവിക്കും? അപ്പോൾ സംഭവിക്കുന്നത് 11:22 യോഹന്നാൻ എന്താ പറയണത്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ തിരിച്ചെന്താ പറയണത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എനിക്ക് മാത്രമല്ല നിങ്ങൾ ചോദിക്കണത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. 15:7 ജീവിക്കുക. ഇപ്പോഴതാണ് ഇവിടെ പറയണത്. കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്നോട് ചോദിക്കുന്നവരും 2 തരമാണ്. ഒന്ന് ശണ്ട വെച്ചിട്ടുള്ള ആൾക്കാർ, രണ്ടാമത് ശണ്ട വെക്കാത്ത ആൾക്കാർ. ശണ്ട വെച്ച ആൾക്കാരും ശണ്ട വെക്കാത്ത ആൾക്കാരും നിന്നോട് ചോദിച്ചാൽ നീ ചെയ്യേണ്ടത് എന്താണ്? ചോദിച്ചതിനേക്കാൾ ഇരട്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ചോദിച്ചതിനേക്കാൾ ഇരട്ടി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രത്യാശയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവസ്നേഹത്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ചോദിച്ചതിനേക്കാൾ ഇരട്ടി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് മത്തായി 5:40-41 അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ചെയ്യണത്? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്നേഹം വേണം. പക്ഷേ എങ്ങനെയുള്ള സ്നേഹമാണ്? ഉടമ്പടി പ്രകാരമുള്ള സ്നേഹമാണ്. എങ്ങനെയുള്ള സ്നേഹമാണ്? കാര്യം ഉടമ്പടി പ്രകാരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞില്ലേ ഉടമ്പടി ചെയ്യണത്. ഈശോ ഉടമ്പടി ചെയ്തത് എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ? ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്ത പോലെ, ഞാൻ പിതാവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത പോലെ. എങ്ങനെയാണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം.
അപ്പോൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ നമ്മൾ ചോദിച്ചതിനേക്കാൾ ഇരട്ടി ചെയ്യണത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? ഈശോനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്താണ് മാതൃക? ഈശോ പിതാവിനെ സ്നേഹിച്ചതും നമ്മളെ സ്നേഹിച്ചതുമാണ് സ്നേഹത്തിൻ്റെ മാതൃകയായിട്ടുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് പിതാവിനെ സ്നേഹിച്ചതും ഞങ്ങളെ സ്നേഹിച്ചതും മാതൃകയാക്കി ഉടമ്പടി കാലത്ത് ദൈവ തിരുസന്നിധിയിൽ മൂല്യമുള്ളവരാകാൻ മാർത്ത പറഞ്ഞതുപോലെ അങ്ങ് ചോദിക്കുന്നത് എന്തും അങ്ങക്ക് ലഭിക്കുന്നത് പോലെ ഈശോ പറഞ്ഞതുപോലെ ഞങ്ങൾ ചോദിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ലഭിക്കാൻ യോഹന്നാൻ 15:7 അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ മത്തായി ശ്രീകാരുടെ സുവിശേഷത്തില് 5:40-41 അങ്ങ് പറഞ്ഞതുപോലെ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലേക്ക് കൂടി വിട്ടുകൊടുക്കുവാനും 1 മൈൽ ദൂരം സഞ്ചരിക്കാൻ നിർബന്ധിക്കുന്നതിന്റെ കൂടെ 2 മൈൽ പോകുവാനും ആവശ്യമായ ദൈവിക പുണ്യമായ വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ പ്രത്യാശയാൽ എന്നെ നിറക്കണമേ. എൻ്റെ പേര് പ്രീമ. ഞാൻ കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. 2022 മാർച്ചിൽ 9-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇത് ഇപ്പം എൻ്റെ 2ാമത്തെ സാക്ഷ്യം പറയലാണ്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് 8 വർഷമായിട്ട് സ്കിന്നിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. അതായത് സൺ അലർജി. ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു. ഏത് ഡോക്ടർ പറഞ്ഞാലും മരുന്ന് തൽക്കാലത്തിന് എഴുതി തരും. അത് കഴിഞ്ഞിട്ട് പറയും ഇത് മാറുന്ന അസുഖമല്ല, നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രം. ഞാൻ ആയുർവേദം, ഹോമിയോ, അതുപോലെ ഇംഗ്ലീഷ് പലതരം ഡോക്ടേഴ്സിനെ കാണിച്ചു. അങ്ങനെ എനിക്ക് മടുപ്പായി തുടങ്ങി. മുഖം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിറച്ച് കുരുക്കൾ പൊന്തും. മുഖത്ത് മാത്രമല്ല തലയിലും ശരീരത്തിലെല്ലാം എടുത്തും. പിന്നെ അത് ചൊറിയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അതിങ്ങനെ പൊട്ടി ഒലിച്ച് ആർക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. ഒരു അറപ്പ് തോന്നുന്നൊരു മുഖമായിട്ടും ശരീരമായിരുന്നു എൻ്റെ. ഞാൻ പലപ്പോഴും ആളുകൾ എന്നെ കണ്ടിട്ട് നീങ്ങി നിൽക്കുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു അതെല്ലാം. അതിനുശേഷമാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ ഈ സ്കിൻ അലർജി ഒന്ന് മാറ്റിത്തരണം, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നന്നായി നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് വഴി ശുശ്രൂഷ എനിക്ക് കിട്ടി. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഞാൻ മുഖത്ത് ഉള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ തലയിലും നിറച്ച് കുരുക്കളും ഇതൊക്കെ ഉണ്ട് അല്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക്. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ ചൂട് അത് കുറഞ്ഞ് വന്നു തുടങ്ങി. പിന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം കുറഞ്ഞ് അത് ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി. ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു എൻ്റെ മുഖം കാണാനായിട്ട്, ഭയങ്കര ഇങ്ങനെയായിരുന്നു എൻ്റെ ഫേസ്. വളരെ അറപ്പ് തോന്നുന്നൊരു രീതിയിലായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മ മാറ്റി എനിക്ക് പഴയതുപോലെ തന്നെ എൻ്റെ മുഖം എല്ലാതും, എൻ്റെ സ്കിന്നിൻ്റെ അലർജി ഫുള്ളായിട്ടും അമ്മ മാറ്റി തന്നു. പിന്നീട് 2ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ
എൻ്റെ ചേട്ടന് ഒരു പനി വന്നു. പനി വന്ന് അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല. പിന്നെ യൂറിൻ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കിഡ്നിക്ക് കാര്യമായിട്ടുള്ള തകരാറുണ്ട്, ഇവിടെ നിന്ന് ജൂബിലിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ജൂബിലിയിൽ ചെന്ന് നോക്കുമ്പോൾ കിഡ്നി രണ്ടും ഡെഡാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്നും ചെയ്യാനില്ല, 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ, അറിയിക്കേണ്ടവരെല്ലാം നിങ്ങൾ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവിൻ്റെ തൈലവും തേനും, ഉടമ്പടി തൈലവും തേനും ഉപ്പും കൊടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഉടമ്പടി തൈലവും തേനും ഇതിൻ്റെ ഫലമായിട്ട് BP വളരെ കുറവായിരുന്നു, 40നേക്കാളും താഴെയായിട്ടാണ് ആൾ പോയിരുന്നത്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാനും മറ്റൊന്നും സാധിക്കില്ല, ഡയാലിസിസ് ചെയ്താലാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് വിളിച്ചു, ഇവിടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം, ആളെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുലർച്ചെ ഒരു 3 മണിക്ക് ആയപ്പോൾ BP മെല്ലെ കൂടി വരാൻ തുടങ്ങി. അതിനുശേഷം ഉച്ചയ്ക്ക് ആവാറായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും കൂടിയാൽ പോരാ, ഇനിയും കൂടണം, എന്നാലാണ് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും BP കൂടി, ആൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ തന്നെ ഡയാലിസിസ് ചെയ്തു, ഒരെണ്ണം ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടാമത്തതും ചെയ്തു. പിന്നീട് പെട്ടെന്ന് തന്നെ 2 കിഡ്നിയും വർക്കിംഗ് ആയി തുടങ്ങി. മാതാവ് അത്രയും വലിയൊരു അനുഗ്രഹമാണ് തന്നത്. ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ഞങ്ങൾക്ക് ചേട്ടനെ തിരിച്ചു തന്നു. പിന്നീട് ഞങ്ങളുടെ ഷോപ്പിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഷോപ്പ് പള്ളിവക ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഷോപ്പുള്ളത്. കാലങ്ങളായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള ഒരു 8 ഷോപ്പുകളുണ്ടായിരുന്നു, അവരെല്ലാവരും അതെല്ലാം പൂട്ടിപ്പോയി. ഞങ്ങളുടെ കട മാത്രമാണ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വികാരിയച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞു എല്ലാ കടകളും അടച്ചിരിക്കുകയാണ്, അപ്പോൾ ഇനി ആ ഒരു കട മാത്രമായിട്ട് ഞങ്ങളവിടെ വെക്കണില്ല, അതെല്ലാം മുഴുവനും പൊളിച്ച് കളയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ വല്ല സ്ഥലവും അന്വേഷിച്ചോ, നമുക്ക് എന്താ വേണ്ടതെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കാരണം ഹസ്ബൻഡും ചേട്ടനൊക്കെ ഗൾഫിലായിരുന്നു. അവർ കൊറോണയുടെ ഇത് കാരണം ജോലി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഈ കട തുറന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ അത് വെച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വികാരി അച്ഛന് ഉയർന്നൊരു പോസ്റ്റ് കിട്ടി. അച്ഛൻ അവിടെ നിന്ന് മാറി, പകരം വേറൊരു അച്ഛൻ വന്നു. പിന്നെ കമ്മിറ്റി മാറി, എല്ലാവരും പെട്ടെന്ന് തന്നെ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവുമെന്ന് കരുതി. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ കാണും. ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു കട പൊളിച്ച് കളയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫെബ്രുവരി 26, 27, 28 ദിവസങ്ങളിൽ നിങ്ങൾ ആ കടയിൽ കയറിയിരുന്നിട്ട് മാതാവിൻ്റെ കാശുരൂപമോ കൊന്തയോ എന്തെങ്കിലും കയ്യിലെടുത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കണം, എന്തായാലും തുറക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ മനസ്സിൽ വെച്ചു ആളിത് വിശ്വസിക്കുകയോ ആവോ മാതാവേന്ന്. അപ്പോൾ തന്നെ അച്ഛൻ ആരാധനയിലൂടെ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് 3 ദിവസത്തിനുള്ളിൽ ഒരാൾ വന്ന് നിങ്ങളോട് പറയും ഈ കടയിലിരുന്നിട്ട് കാര്യമില്ല, ഇതെന്തായാലും പൊളിച്ച് കളയും, വേറെ അന്വേഷിച്ചേക്കെന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ആളുടെ കൂട്ടുകാരൻ അവിടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഈ കടയിൽ നീങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, വേഗം തന്നെ വേറെ കട അന്വേഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ചിട്ട്.
പിന്നീട് പെട്ടെന്ന് തന്നെ പള്ളിയിൽ എല്ലാവരും മാറി. അതിനുശേഷം കമ്മിറ്റിയിൽ പുതിയ തീരുമാനം വന്നു. കടകളൊന്നും പൊളിച്ച് കളയണില്ല, പകരം റിനോവേഷൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാമെന്നാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കട നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് റിനോവേഷൻ ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ആ കട തിരിച്ചു കിട്ടി. ഇപ്പോൾ കടയിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണത്. പിന്നീട് ഇതാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലൂടെ അതൊക്കെ എനിക്ക് കുറഞ്ഞ് മാറിക്കിട്ടാനായിട്ട് സാധിച്ചു. പിന്നെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല. കുർബാന ഞങ്ങൾക്ക് ഓർത്തഡോക്സുകാർക്ക് ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടാവുള്ളൂ. പിന്നെ വിശേഷ ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലും വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ കുർബാനയും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും. പിന്നെ ബൈബിള് വായിക്കാനുള്ള കൃപ കിട്ടി. വളരെ കുറച്ചേ വായിക്കുള്ളൂ എങ്കിലും അത് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. വൃദ്ധസദനങ്ങളിലും അതുപോലെ മറ്റും പോയി, ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി. എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോർക്കും കൊടുക്കുക. ആ കൊടുത്തവർക്ക് വേണ്ടി ഞാൻ അന്ന് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കിടക്കാറുള്ളത്.